ഈ വണ്ടി വന്നു കേട്ടോ. വിളി അങ്ങോട്ട്. രാവിലെ കാക്ക കൂട്ടിന്ന് ഇറങ്ങണ അനുഭവം വണ്ടിയൊക്കെ ഒന്ന് കഴുകി സെറ്റപ്പ് ആക്കി. ആണോ? അളിയാ എന്ത് സംഭവം? ഈ ഓട്ടോ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. കയ്യോ കാലം ഒടിഞ്ഞ പെണ്ണിന്റെ. അല്ലെന്ന്, പിന്നെ എന്റെ ഭാര്യ പ്രഗ്നന്റ് ആടാ. ഇവിടെ എന്നാ ഡേറ്റ് പറഞ്ഞിരിക്കുന്ന? ഡേറ്റ് നാളെയാ പറഞ്ഞേക്കുന്നത്. നാളെ എത്ര മാസം? 9 മണിക്ക്. 9 മണിക്കാ? 9-ാം മാസം. 9-ാം മാസം 9 മണിക്കാ? ഇപ്പൊ പോകണ്ടാ. എന്താ? കാരണം ഒരുപാട് നേരത്തെ ആയിട്ട്. ഞാൻ അമ്മ പറഞ്ഞില്ല, നാളെ വിളിച്ചാ പോരായിരുന്നു. 8:45 പോവാ നാളെ. മതി. ആ പെണ്ണിനെ കൊണ്ട് ഈ ആട്ടോല് ഇതാണെങ്കിൽ ഇങ്ങനെ കിടക്കണാണോ അടച്ചോണ്ടിരിക്കുന്ന ആട്ടോല്. എടാ സ്കൂളിന്റെ പ്രദേശത്തുള്ള പുല്ലുള്ള റോഡുണ്ട്, അതിലേക്കൂടെ പോയാൽ. ഞാൻ വിനോദിന്റെ വണ്ടി വിളിച്ചു വിടാം. 4 വീലർ ആകുമ്പോ പൈസ കൂടും. ഇതാകുമ്പോ 250 രൂപയ്ക്ക് നിൽക്കുമല്ലോ. ഈ ഫ്രണ്ട് ടയറും കൂടെ ഇളക്കി അപ്പൊ 2 വീലർ അപ്പൊ പൈസ കുറയും. അന്ന് ഇളക്ക്. ഇങ്ങനെ പിശുക്ക് കാണിക്കല്ലേ എടാ പൈസ ഇല്ലാത്തോണ്ടല്ലേ. പൈസ ഇല്ലാത്തോണ്ട്. അല്ലെ അവിടെ ആശുപത്രിയിൽ 10-12,000 രൂപയാവും. സർക്കാർ ആശുപത്രിയില്ല ഞാൻ കൊണ്ടുപോയേക്കുന്നത്. എന്ത് തേങ്ങ പറഞ്ഞാലും അവിടെയാവും. അല്ല അവളെന്താ അമ്മ വിളിയടാ അവളെ അങ്ങോട്ട്. ഉമ്മേ ഓ വന്നേട്ടാ, ഇങ്ങോട്ട് ഇറങ്ങ്. അമ്മ ഇതൊക്കെ എടുത്തങ്ങോട്ട് വെച്ചോ. ഞാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞ ചേട്ടാ എന്ത് വന്നത്? പോണ്ടേ ഓട്ടോല്? അമ്മ എവിടെയെങ്കിലും പോകണ്ടാ? ഓ ഞാൻ 2 കിലോ അരി അടുപ്പത്തിട്ടേക്കണം, അത് അങ്ങ് പൊടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകണം. എടി ഒച്ചതിനെ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി വന്ന വണ്ടിയാണെന്ന്. ഓ എന്നെ കൊണ്ടുപോകണം ഓട്ടോയില്ല. ഓട്ടോ വേണ്ടല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞില്ല. അവളെ ഞാൻ നാളെ ബസ്സിൽ കൊണ്ടുവന്നോളാം. അതുപോലെ ബസ്സിൽ കൊണ്ടുവന്നാ പോരെ. ദേഷ്യപ്പെട്ടില്ല, ദേഷ്യപ്പെട്ട് കഴിഞ്ഞാലേ ചിലപ്പോ ഞാൻ ഇവിടെ നിന്ന് പ്രസവിച്ചോ. ഒന്നും ചെയ്യണ്ട. കാറ് വിളിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. അതിന് പൈസ കൂടുതലാവും, അതുകൊണ്ടാ. പൈസ കൂടുതൽ. അവന്റെ നിനക്ക് ഉടുപ്പും ഇതൊന്നും അവന് പൈസ കുഴപ്പമില്ല. ഇത് അപ്പുറത്തെ ഷിബുവിന്റെയാ, കടം മേടിച്ചതാ. എങ്ങനെ താമസിക്കണം അവന്റെ ഇത്ര? കേറ് നീ അങ്ങോട്ട് കേറ്. റേഷൻ കാർഡ്, റേഷൻ കാർഡ്, ആധാർ കാർഡ് എല്ലാം കൊടുത്ത് നമുക്ക് ആശുപത്രി കൊണ്ട് നമുക്ക് എല്ലാം ശരിയാക്കാം. അമ്മ എവിടെ വരുന്നു? ഇങ്ങോട്ട് മാറി. അമ്മ വന്നാൽ ഭയങ്കര ചെലവാ, വേണ്ട. ആശുപത്രി വരട്ടെ. പിന്നെ 24 മുറുക്കാൻ ഒരു ദിവസം തിന്നും, അതിന്റെ ചെലവ്. പിന്നെ ഒരു കെട്ട് ബീഡി, അതിന്റെ ചെലവ്. ഇതിന്റെ പൈസ ആര് കൊടുക്കാനാണ്? എടാ ഞാനും കൈസർ വട്ടിയുടെ വരാടാ. നമ്മളെ വരണ്ട. വേറെ കേസുണ്ട്. സ്ത്രീകൾ ആവശ്യം വരുമ്പോ എനിക്ക് ബ്ലൗസ് ഇട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ വയ്യ. ഞാനുണ്ട്, അമ്മയുടെ പഴയ തിരുപ്പണിക്ക് വന്നാൽ മതി. ചേട്ടാ ആശുപത്രിക്കകത്ത് പെണ്ണുങ്ങളെ കയറ്റുള്ളൂ, ആണുങ്ങളെ കയറ്റൂല. കിളവിയാകുന്നുണ്ട്. പട്ടി മോങ്ങുന്ന ശബ്ദം നല്ല ശകുന. കേറിക്കൂ. പട്ടിയല്ല, നിങ്ങൾ അമ്മ മോങ്ങിയത്. പ്രകാശം പറയണ കേട്ടാ നിങ്ങള്. ഞാനിവിടെ ഇരുന്ന് കരയുമ്പോ നിങ്ങൾ ഇരുട്ടത്തിരുന്നൊക്കെ ചിരിച്ചോളാം. ലൈറ്റ് ഇട്ടിട്ട് പറ, എന്നാലേ എത്തി മാറി. ഇത്രയും നാളും പെറ്റു വളർത്തി അവ പറഞ്ഞേട്ടാ എന്റെ ആശുപത്രി കൊണ്ടുപോകത്തില്ല. ഒരു സങ്കടം വരുമ്പോ ഞാൻ ആദ്യം ഓടിക്കടാ വരണേ. അവിച്ചു വെച്ചിരിക്കല്ലേ. ഇതാരിത്? നിനക്കറിഞ്ഞൂടാ, എന്റെ 8 മക്കളെ തന്തയായിന്നറിയാവോ? ഓഹോ, നിങ്ങളെ ദൈവമാണാ? എന്റെ ദൈവം, കടികണ്ട ദൈവം. ദൈവത്തിന്റെ കവളൊക്കെ അങ്ങ് ഒട്ടി. ഇങ്ങോട്ട് വാ. മകനടുത്ത് ഒരു യാത്ര പറഞ്ഞിട്ട് പോടാ. അച്ഛാ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ അച്ഛാ. ഓക്കെ, റെഡി.